വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പി ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? When a monochromatic beam of light passes through a non-absorbing medium, most of the light is transmitted, but a small fraction gets scattered by molecules in all directions. Okay. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇതൊരു ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ആണ്, ഒരു നോൺ അബ്സോർബിംഗ് ആയിട്ടുള്ള മീഡിയം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു മോണോക്രോമാറ്റിക് ആയിട്ട് ഒരു ലൈറ്റിനെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് എന്ത് സംഭവിക്കും? ഈ മീഡിയം ഒരു നോൺ അബ്സോർബിംഗ് മീഡിയം ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതിന്റെ എതിർവശത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. പക്ഷെ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്, ഇതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓൾ ഡയറക്ഷൻസിൽ പല ഡയറക്ഷൻസിൽ ലൈറ്റ് എന്ത് ചെയ്യും? സ്കാറ്റേർഡ് ആകപ്പെടും. ഓക്കെ, അപ്പൊ ചില ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ പല ഡയറക്ഷനിലും സ്കാറ്റേർഡ് ചെയ്യപ്പെടും. ഇതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോസ്റ്റ് ഓഫ് ദ സ്കാറ്റേർഡ് ലൈറ്റ് വിൽ ഹാവ് ദ സെയിം ഫ്രീക്വൻസി ആസ് എ ഇൻസിഡന്റ് ലൈറ്റ് നോൺ ആസ് എ റെയ്ലീ സ്കാറ്ററിംഗ്. ഇവിടെ തൊട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഇൻസിഡന്റ് ലൈറ്റ് നമ്മുടെ സൊല്യൂഷനിലുള്ള നോൺ അബ്സോർബിംഗ് മീഡിയത്തിലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ മോളിക്യൂൾസ് എല്ലാം നോൺ അബ്സോർബിംഗ് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് എനർജി ഒന്നും അബ്സോർബ് ചെയ്യില്ല. അപ്പൊ എന്ത് സംഭവിക്കും? തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റുകൾക്കെല്ലാം തന്നെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. ഫ്രീക്വൻസിയിൽ ലോസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഫ്രീക്വൻസിയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് സ്കാറ്റേർഡ്, ദാറ്റ് ഇസ് കോൾഡ് റിലേ സ്കാറ്ററിംഗ് കേട്ടോ. സെയിം ഫ്രീക്വൻസി, ഇൻസിഡന്റ് ലൈറ്റ് μ0 ആണ്. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്ന ലൈറ്റിന്റെ എനർജിയിൽ ഒരു ലോസും ഇല്ല, ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് റിലേ സ്കാറ്ററിംഗ്. അത്തരം സ്കാറ്ററിംഗിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലേ സ്കാറ്ററിംഗ്. Example of relay scattering ഒക്കെ ഓർത്ത് വെച്ചേക്കുക. Blue color of the atmosphere is due to relay scattering. Okay. ഇനി രാമൻ സ്കാറ്ററിംഗ് എന്താണ്? അപ്പൊ റിലേ സ്കാറ്ററിംഗ് പഠിച്ചു. ഇനി എന്താണ് രാമൻ സ്കാറ്ററിംഗ്? അപ്പോൾ in addition to relay scattering, certain discrete frequency above and below that of the incident beam will be scattered, and that is known as a Raman scattering. അതായത് നമ്മളിപ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ റിലേ സ്കാറ്ററിംഗ് എന്താണ്? μ0 ഫ്രീക്വൻസി ഉള്ള ഒരു ഇൻസിഡന്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് μ0 ഫ്രീക്വൻസി ഉള്ള സ്കാറ്റേർഡ് ലൈറ്റ് തന്നെ കിട്ടുന്നതാണ് ആക്ച്വലി എന്ത്? റിലേ സ്കാറ്ററിംഗ്. അതായത് ഫ്രീക്വൻസിയിൽ ലോസ് സംഭവിച്ചിട്ടില്ല. എന്നാൽ ചില കേസിൽ എന്ത് സംഭവിക്കും? രാമൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്കാറ്റേർഡ് ലൈറ്റ് ഈ മോളിക്യൂളിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ് ചിലപ്പം ഈ ലൈറ്റിന് അതിന്റെ ഒരു ഫ്രീക്വൻസി അങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയോ ചെയ്യും. അതനുസരിച്ച് ഈ സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയിൽ കൂടുതലും കുറവും സംഭവിക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക സിമ്പിൾ ആയിട്ട്. ഇൻസിഡന്റ് ഫ്രീക്വൻസിയുടെ സെയിം ഫ്രീക്വൻസിയാണ് സ്കാറ്റേർഡ് ലൈറ്റിനുള്ളെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് റിലേ സ്കാറ്ററിംഗ്. രാമൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻസിഡന്റ് ലൈറ്റിനേക്കാളും ഒന്നെങ്കിൽ ഫ്രീക്വൻസി കൂടുതൽ, രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. മോളിക്യൂൾസ് എനർജി കൊടുക്കുവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലുള്ളത് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുവാണെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞത് കിട്ടും. അപ്പൊ ഈ രണ്ട് കേസും വരാവുന്നതാണ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാമൻ സ്കാറ്ററിംഗ് is discovered by C.V. Raman in 1928 and he was awarded the Nobel Prize in Physics in 1930 for the discovery and study of Raman scattering or Raman effect. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രാമൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്താണ്? Raman spectroscopy is a spectral method which is developed on the base of Raman scattering. Raman scattering in the base develop ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ Raman effect in the base develop ചെയ്തിരിക്കുന്ന ഒരു spectral method ആണ് Raman spectroscopy എന്ന് പറയുന്നത്. So this method relies on inelastic scattering of Raman scattering. അപ്പം Raman scattering ഒരു type of inelastic scattering ആണ്. നമ്മൾ ഇനി പഠിക്കും
of monochromatic light by molecules in visible, infrared, near UV range. Okay. ഇനി ക്വാണ്ടം തിയറി ഓഫ് രാമൻ ഇഫക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ക്വാണ്ടം തിയറി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താ, റേഡിയേഷൻ, ഒരു ലൈറ്റ് അത് ഫോട്ടോൺസ് ആണ്. അതാണ് ക്വാണ്ടം തിയറി പറയുന്നത് അല്ലെ. ലൈറ്റിൽ അതിന്റെ എനർജി പാക്കറ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ് അല്ലെ. അപ്പൊ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു, വിച്ച് ഹാസ് എ ഫ്രീക്വൻസി ന്യൂ ആൻഡ് എനർജി h nu ആണ്. ദാറ്റ് ക്യാൻ ബി ഇമാജിൻ ടു അണ്ടർഗോ കൊളീഷൻസ് വിത്ത് ദ മോളിക്യൂൾ. അപ്പൊ മോളിക്യൂൾസിൽ, ഇത് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ലൈറ്റ് വന്ന് ഈ മോളിക്യൂളിൽ ഇൻസിഡന്റ് ആവുന്നു. ആ സമയത്ത് ഇങ്ങനെ നമുക്ക് ലൈറ്റുകൾ തമ്മിൽ സ്കാറ്ററിങ് നടക്കുന്നു. ഓക്കെ. ഇനി അതിന്റെ പ്രത്യേകതകളാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ പറയുന്ന കൊളീഷൻസ് ഉണ്ടല്ലോ, രണ്ട് രീതിയിൽ നടക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ നടക്കാം, ഇൻഇലാസ്റ്റിക് കൊളീഷൻ നടക്കാം. അപ്പൊ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. So, elastic collision എന്ന് പറയുമ്പോൾ no net gain or loss of energy by the molecule. ഒരു മോളിക്യൂളിന് തമ്മിൽ no net gain or loss of energy. മോളിക്യൂൾസിൽ by the molecule. അതായത് അതായത് നമ്മൾ ഒരു ഇൻസിഡന്റ് ലൈറ്റ് കൊടുത്തു അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ റിലേ സ്കാറ്ററിംഗ് പറഞ്ഞു. ഇൻസിഡന്റ് ലൈറ്റ് കൊടുത്തു, നമുക്ക് കിട്ടുന്ന സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും സെയിം ആണ്. അതായത് അവിടെ എനർജി മോളിക്യൂള് ലൈറ്റിന് കൊടുക്കുകയോ അബ്സോർബ് ചെയ്യുകയോ ഒന്നും, ലൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ കേസാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് ന്യൂ സ്കാറ്ററിംഗ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻസിഡന്റ് ആണ് കേട്ടോ. And this is called relay scattering. ഇപ്പോൾ എക്സാമിന് ചോദിക്കാം relay scattering ഏത് type of collision ആണ്? ഇലാസ്റ്റിക് collision ആണ്. Okay. ഇനി inelastic collision എന്താണ്? There will be an energy change between the molecule and the incident radiation. മോളിക്യൂളും ഇൻസിഡന്റ് റേഡിയേഷനും തമ്മിൽ എനർജി ചേഞ്ച് ഉണ്ടാവുന്ന കൊളീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൻഡ് രാമൻ സ്കാറ്ററിംഗ് അപ്പൊ എന്തിന് എക്സാമ്പിൾ ആണ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ ഇ, ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും 0 ആയിരിക്കത്തില്ല. ഡെൽറ്റ ഇ പോസിറ്റീവോ നെഗറ്റീവോ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ എനർജി ഈസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ഫോട്ടോൺ ആൻഡ് ദ മോളിക്യൂൾസ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് റിലേ സ്റ്റോക്സ് ആൻഡ് ആന്റി സ്റ്റോക്സ് ലൈൻ എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷൻ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിയിൽ നിന്ന് അതിൽ നിന്ന് എനർജി ലോസും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സ്കാറ്റർ ചെയ്തു വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി എന്നും പറയാം, കാരണം ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ എനർജി ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു h nu ആണ്, h കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പം ഇത് രണ്ടും സെയിം ആയിരിക്കും. അതായത് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ അതാണ് റിലേ സ്കാറ്ററിംഗ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോൺ വന്നിട്ട് പതിക്കുന്നു, മോളിക്യൂളിൽ വന്ന് പതിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ആ മോളിക്യൂളിൽ ഒരു ഇലക്ട്രോണിക് ഷിഫ്റ്റ് സംഭവിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അല്ലെ, അത് അതിന്റെ ഒരു K ഷെല്ലിൽ നിന്ന് ഒരു L ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യും. പിന്നെ ഓരോ ഇലക്ട്രോണിക് ട്രാൻസിഷനിലും വൈബ്രേഷനും റൊട്ടേഷനും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വൈബ്രേഷൻ സ്റ്റേറ്റ് ആണ് V0, V1, V2 ഒക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വൈബ്രേഷണൽ എനർജി ലെവലുകളാണ് കേട്ടോ. This is all vibrational energy level ആണ്. വൈബ്രേഷൻ എനർജി ലെവൽ. ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഒരു മോളിക്യൂളിന് ഒരു ഫോട്ടോൺ കിട്ടുമ്പോൾ, ഫോട്ടോൺ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ലൈറ്റ് അതിൽ പതിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, എനർജി ഗെയിൻ ചെയ്തിട്ട് ഒരു വിർച്വൽ സ്റ്റേറ്റിലേക്ക്, ഇതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, അപ്പൊ നമ്മൾ അതിനെ വിർച്വൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ആദ്യം മോളിക്യൂള് എനർജി ഗെയിൻ ചെയ്തുകൊണ്ട് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, ഒരു വിർച്വൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം റിലേ സ്കാറ്ററിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോൺ വരുന്നു, മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഒരു വെർച്വൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഈ മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്യുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫോട്ടോണ് മോളിക്യൂൾസിന് എനർജി കൊടുക്കുകയോ മോളിക്യൂൾസ് ഫോട്ടോണിന്റെ എനർജി അബ്സോർബ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും,
ഈ തിരിച്ചു വരുന്ന സ്കാറ്റേർഡിന്റെ ഫ്രീക്വൻസി, സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. അപ്പൊ അത് എവിടുന്ന് പോയോ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ സെയിം വൈബ്രേഷണൽ ലെവലിൽ തന്നെ വരും. ഓക്കെ, അപ്പൊ ന്യൂ എസ്, ഇത് വി ആണ് കേട്ടോ, വി ആണ് ഇതൊക്കെ വൈബ്രേഷണൽ സ്റ്റേറ്റ് ആണ്. ഇത് ന്യൂ ആണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പൊ ഈ കേസിൽ ഈ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്. ഓക്കെ, അതേപോലെ എനർജി ഓഫ് ദ മോളിക്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൈമാറ്റം ചെയ്യുന്നില്ല. അപ്പൊ ഡെൽറ്റ ഇ 0. അപ്പൊ നിങ്ങൾക്ക് ഈ ഫ്രീക്വൻസിയും ഡെൽറ്റ ഇനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അത് മാറിപ്പോവരുത്. അപ്പൊ ഇതാണ് എന്ത്, റിലേ സ്കാറ്ററിംഗ്. ഐഡിയ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സ്റ്റോക്ക് ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റോക്ക് ഷിഫ്റ്റ്? ഇതേപോലെ ഫോട്ടോൺ കൊടുക്കുന്നു, മോളിക്യൂൾ ഒരു വെർച്വൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും നോക്കുക. ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഫോട്ടോണ് എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോൺ മോളിക്യൂൾസിലേക്ക് എനർജി അല്ലെങ്കിൽ അതിന്റെ എനർജി കൈമാറ്റം ചെയ്യാണ്. അപ്പൊ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസിലേക്ക് എനർജി കൈമാറ്റം ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, മോളിക്യൂള് എന്ത് സംഭവിക്കുന്നു, എനർജി ഗെയിൻ ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ സ്റ്റോക്ക് ഷിഫ്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു ഫോട്ടോൺ കൊടുക്കുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക്, ഇതൊരു സൊല്യൂഷൻ ആണ്, അപ്പൊ ആ സൊല്യൂഷനിലേക്ക് നമ്മളൊരു ഫോട്ടോൺ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ മോളിക്യൂൾ എനർജി ഗെയിൻ ചെയ്ത് ആദ്യം ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ലൈറ്റ്, ഈ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു, അതിന്റെ എനർജി മോളിക്യൂൾസിന് കൊടുക്കുന്നു. ഫോട്ടോൺ അതിന്റെ എനർജി മോളിക്യൂൾസിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, മോളിക്യൂൾസ് ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്ത് കുറച്ച് എനർജി അത് എടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, തിരിച്ചു വരുമ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും, തിരിച്ചു വരുമ്പം അതിന് തിരിച്ച് പോയ അതേ സ്ഥലം വരെ എത്താനുള്ള എനർജി ഉണ്ടോ, എനർജി ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ ഒരു ഹയർ എനർജി ലെവലിലേക്ക്. നോക്കിയേ, മോളിക്യൂൾ റിലാക്സസ് ഫ്രം ദ വെർച്വൽ ലെവൽ ടു എ ഹയർ ലെവൽ ദാൻ ദ ഒറിജിനൽ. അപ്പൊ ഹയർ ലെവൽ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഇവിടം വരെ വരുമ്പോഴാണ് ഒറിജിനൽ ലെവൽ. അപ്പം ഇവിടെ എത്തുമ്പോൾ വൈബ്രേഷണൽ ലെവൽ V1 വരെ എത്തിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഹയർ ലെവലിൽ അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോൾ അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റ് വരെ വരാനുള്ള എനർജി ഇല്ല. കാരണം എന്താണ്, മോളിക്യൂൾസ് എനർജി എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ കാര്യം മനസ്സിലായല്ലോ. വി സ്കാറ്റേർഡ് എന്ന് പറയുന്നത് വി ഇൻസിഡന്റിനേക്കാളും ചെറുതാണ്. കാരണം വി ഇൻസിഡന്റിൽ നിന്ന് കുറച്ച് എനർജി മോളിക്യൂൾ എടുത്തു. അതുകൊണ്ട് വി സ്കാറ്റേർഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വി ഇൻസിഡന്റിനേക്കാളും ചെറുതായിരിക്കും. ഇനി എനർജിയുടെ ടേമിൽ പറയുമ്പോൾ നമ്മൾ എനർജി ഓഫ് മോളിക്യൂൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, എന്നതാ, എനർജി ഓഫ് മോളിക്യൂൾ കൂടുക ചെയ്യുന്നത് അല്ലെ. മോളിക്യൂളിന് ഫോട്ടോൺ എനർജി കൊടുത്തു, അപ്പൊ എനർജി ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് കൂടി അല്ലെ. ആദ്യത്തേത് ഇതായിരുന്നു, പക്ഷെ ഫോട്ടോണിന്റെ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഇ ഡാഷ് ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് കൂടി. അപ്പൊ ഡെൽറ്റ ഇ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്താ, ഡെൽറ്റ ഇ പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്രീക്വൻസി സ്കാറ്റേർഡ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ അത് സ്റ്റോക്ക് ഷിഫ്റ്റ് ആണ്. എനർജി ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ അത് സ്റ്റോക്ക് ഷിഫ്റ്റ് ആണ്. ഇനി മോളിക്യൂൾസിന് എനർജി കൂടുകയാണെങ്കിൽ അത് സ്റ്റോക്ക് ഷിഫ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതേപോലെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി ലെവലിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് സ്റ്റോക്ക് ഷിഫ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി റിലേ സ്കാറ്ററിംഗിലാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല, അധികം ചിന്തിക്കേണ്ട. ഡെൽറ്റ ഇ 0 ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, സെയിം ലെവലിൽ വന്ന് നിൽക്കും. ഇനി അപ്പൊ ആന്റി സ്റ്റോക്ക് ലൈൻ എങ്ങനെയായിരിക്കും, നമ്മള് ക്ലിയർ ആണല്ലോ, ആന്റി സ്റ്റോക്ക് ലൈൻ. അപ്പൊ ആന്റി സ്റ്റോക്ക് ലൈൻ നോക്കുക, നമ്മളിവിടെ V1ലാണ് മോളിക്യൂൾ എന്ന് വിചാരിക്കുക, റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ മോളിക്യൂള് എന്ത് ചെയ്യുന്നു, ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ അത് ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത്, ഇവിടെ പറഞ്ഞതിന്റെ നേരെ തിരിച്ച് ഇവിടെ മോളിക്യൂൾ എനർജി അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ സ്റ്റോക്കില്. എന്നാല് ആന്റി സ്റ്റോക്കിൽ എന്താ ചെയ്യുന്നത്, മോളിക്യൂള് ആ ഫോട്ടോണിലേക്ക് എനർജി കൊടുക്കും. ക്ലിയർ ആണല്ലോ. മോളിക്യൂള് എന്ത് സംഭവിക്കും, ഈ ഒരു മോളിക്യൂള് തിരിച്ച് അതിന്റെ എനർജി സ്കാറ്റേർഡ് ലൈറ്റിന് കൊടുക്കുന്ന രീതിയിൽ. അപ്പൊ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതായിരിക്കും കൂടുതൽ വരിക,
ഓക്കെ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ വി സ്കാറ്റേർഡിന്റെ ഫ്രീക്വൻസി ആണ് കൂടുതൽ ദാൻ വി ഇനീഷ്യൽ. ഓക്കെ, വി സ്കാറ്റേർഡിന്റെ ഫ്രീക്വൻസി ആയിരിക്കും കൂടുതൽ ദാൻ വി ഇനീഷ്യൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് സംഭവിക്കും? ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നു, അവിടുന്ന് അത് ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ എനർജി എടുത്തിട്ട് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഹയർ സ്റ്റേറ്റിൽ എത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വരുന്നതിലേക്ക് മോളിക്യൂൾ അതിന്റെ എനർജി കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ എനർജി സ്കാറ്റേർഡ് ലൈറ്റിന് കിട്ടുന്നു. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ എന്തിനായിരിക്കും? സ്കാറ്റേർഡ് ലൈറ്റിനായിരിക്കും. നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി, ഫ്രീക്വൻസി കൂടുതൽ സ്കാറ്റേർഡ് ലൈറ്റിനായിരിക്കും. ആൻഡ് അപ്പൊ ഡെൽറ്റ ഇ പറയുമ്പോഴോ, മോളിക്യൂളിന്റെ എനർജി ഇവിടെ കുറഞ്ഞു. ഇ ഡാഷ് ഓഫ് മോളിക്യൂൾ കുറയുക ചെയ്തത്. കാരണം ഇവിടുത്തെ മോളിക്യൂൾ എന്ത് ചെയ്തു? അതിന്റെ എനർജി ഇതിലേക്ക് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇ ഡാഷ് ഓഫ് മോളിക്യൂൾ കുറവായിരിക്കും ദാൻ ഇനീഷ്യൽ കേസ്. അപ്പൊ ഇ ഡാഷ് മോളിക്യൂൾ മൈനസ് ഇ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഇ വിൽ ബി ലെസ് ദാൻ 0. ഇത്രയാണ്, ഇങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ഐഡിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി കൂടുതൽ കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ ഐഡിയ നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ നിന്ന് വരയ്ക്കുന്നതായിട്ട് കാണിച്ചത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹയർ, ഈ നമുക്ക് തിരിച്ച് ഒരു എനർജി, ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് വരണമല്ലോ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? എങ്ങനെയാ? മോളിക്യൂൾ റിലാക്സസ് ഫ്രം ദ വെർച്വൽ ലെവൽ ടു എ ലോവർ ലെവൽ ദാൻ ദ ഒറിജിനൽ. ഏതിലേക്ക് വന്നു? ലോവർ ലെവലിലേക്ക് വന്നു അല്ലെ. ഇവിടെ ലോവർ ലെവലിലേക്ക് വന്നു, ഇത് ഹയർ ലെവലിലേക്കാണ് വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആ ഒരു ഭാഗം പഠിച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ സ്റ്റോക്ക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ദ മോളിക്യൂൾ റിലാക്സസ് ഫ്രം ദ വെർച്വൽ ലെവൽ ടു ഹയർ ലെവൽ ദാൻ ദ ഒറിജിനൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒന്നും ആലോചിക്കാനില്ല. റിലേ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? The excited molecule from the virtual level relaxes to the original level, and anti-Stokes shift എന്ന് പറയുമ്പോൾ molecule relaxes from the virtual level to a lower level than the original. Okay. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് പഠിക്കുമ്പോഴും സ്റ്റോക്ക്, റിലേ, ആന്റി സ്റ്റോക്ക് ഈ ഓർഡറിൽ പഠിക്കുക. അപ്പൊ അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആന്റി സ്റ്റോക്ക്, റിലേ, സ്റ്റോക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പം ആ രീതിയിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്തിട്ട് എപ്പോഴും ആ ഓർഡറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. അപ്പം ഓരോന്നിലും ആന്റി സ്റ്റോക്കിലുള്ള ഫ്രീക്വൻസിയുടെയും എനർജിയുടെയും ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക. റിലേയുടെ നോട്ട് ചെയ്യുക, സ്റ്റോക്കിന്റെ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഓർഡർ നിങ്ങൾ മാറ്റാതിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അപ്പൊ എല്ലാം ഇതിന് ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ മൂന്നും എപ്പോഴും ഒരേ ഓർഡറിൽ ആലോചിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ് രാമൻ ഷിഫ്റ്റ്? ദ ഡിഫറൻസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദ റിലേ ലൈൻസ് ആൻഡ് രാമൻ ലൈൻ. ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ ഐ മൈനസ് ന്യൂ എസ് scattered line. Incident minus scattered is referred to as a Raman shift അല്ലെങ്കിൽ Raman frequency. Difference in the frequency of relay line and Raman line. ഇതാണ് Raman shift എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a difference in the frequency of relay line and Raman line. Okay. അപ്പോൾ ഡെൽറ്റ ന്യൂ എന്ന് വെച്ചാൽ വി ഐ മൈനസ് വി എസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് റെഫേർഡ് ടു ആസ് എ രാമൻ ഷിഫ്റ്റ് അല്ലെങ്കിൽ രാമൻ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, ഇനി ഇന്റൻസിറ്റി ഫ്രീക്വൻസി വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ റിലേ ലൈന് ഇവിടെ, സ്റ്റോക്ക് ലൈൻ ഇവിടെ, ആന്റി സ്റ്റോക്ക് ലൈൻ ഇവിടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ആൻഡ് ആന്റി സ്റ്റോക്ക് ലൈൻസ് ടുഗെദർ നോൺ ആസ്. സ്റ്റോക്ക് ലൈനെയും ആന്റി സ്റ്റോക്ക് ലൈനെയാണ് നമ്മൾ രാമൻ ലൈൻ എന്ന് വിളിക്കുന്നത്. നടുക്കത്തെ ലൈനെ റിലേ ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ സ്റ്റോക്ക് ലൈനും ആന്റി സ്റ്റോക്ക് ലൈനും റിലേ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇന്റൻസിറ്റി വേഴ്സസ് ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ഫ്രീക്വൻസി കിടക്കുന്ന സ്റ്റോക്ക് ലൈൻ ആണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഹയർ ഫ്രീക്വൻസിയിലാണ് എന്ത് കിടക്കുന്നത്? ആന്റി സ്റ്റോക്ക് ലൈൻ. അപ്പോൾ ന്യൂ സ്കാറ്റേർഡ് എന്ന് പറയുന്നത് വി ഐ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ന്യൂ, വേർ ഡെൽറ്റ ന്യൂ ഇസ് എ രാമൻ ഷിഫ്റ്റ്. അപ്പൊ നെഗറ്റീവില് മൈനസ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് ലൈൻ, അതായത് ലോവർ ഫ്രീക്വൻസി റീജിയനിൽ എന്താ വരുന്നത്? സ്റ്റോക്ക് ലൈൻ. ഈ രീതിയിൽ ഓർത്താൽ മതി, മൈനസ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് ലൈൻ. അപ്പം എന്താ, ഇവിടെ നെഗറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നത് കൊണ്ട് സ്റ്റോക്ക് ലൈൻ മൈനസ്, ഇവിടെ പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നതുകൊണ്ട് ആന്റി സ്റ്റോക്ക് ലൈന് എന്ന് പറയുന്നത് പ്ലസ്. ഈ രീതിയിൽ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ,
സോ സ്റ്റോക്ക് റേഡിയേഷൻ ഒക്കേഴ്സ് അറ്റ് ലോവർ എനർജി അല്ലെ, ലോവർ ഫ്രീക്വൻസിയിലാണ് സ്റ്റോക്ക് വരുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് റേഡിയേഷൻ ഒക്കേഴ്സ് അറ്റ് ലോവർ എനർജി than the relay radiation. The anti-stock has greater energy. Okay. Energy increase or decrease is related to vibrational energy level in the ground electronic state of the molecule. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ എനർജി കൂടുകയും കുറയുന്നതും അതിന്റെ വൈബ്രേഷണൽ ലെവലുകളായിട്ട്, വൈബ്രേഷണൽ എനർജി ലെവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറാണ്. The observed Raman shift of the stock and anti-stock features are a distinct measure of the vibrational energy of the molecule. Same point തന്നെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഇസ് മോർ ഇന്റൻസ്? 3 ലൈനുകൾ ഉണ്ട് അല്ലെ, സ്റ്റോക്ക് ഉണ്ട്, ആന്റി സ്റ്റോക്ക് ഉണ്ട്, റിലേ ലൈൻസ് ഉണ്ട്. ഈ മൂന്നിൽ ഏതായിരിക്കും കൂടുതൽ ഇന്റൻസ്? അപ്പോൾ നമുക്കറിയാം ഇന്റൻസിറ്റി പല ഫാക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? പോപ്പുലേഷൻ തന്നെയാണ് അല്ലേ. ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദ എനർജി ലെവൽസ്. എനർജി ലെവൽസ് എത്ര പോപ്പുലേഷൻ ഉണ്ട് അതനുസരിച്ചായിരിക്കും ഇന്റൻസിറ്റി. അപ്പം പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദ പോപ്പുലേഷൻ, ഗ്രേറ്റർ വിൽ ബി ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. സോ നമ്മൾ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് റിലേ, സ്റ്റോക്ക്, ആന്റി സ്റ്റോക്ക് അല്ലേ. അപ്പൊ റിലേ ലൈൻസ് നോക്കി, 0 v equal to 0 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ. അപ്പൊ മാക്സിമം പോപ്പുലേഷൻ എപ്പോഴും ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ മോളിക്യൂൾസ് എപ്പോഴും എവിടെയായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അല്ലെ. അപ്പൊ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് ഏതാണ്? റിലേ ലൈൻ ആണ്, റിലേ ലൈൻസ് ആണ്. ഇനി അടുത്ത സ്റ്റോക്ക്, ആന്റി സ്റ്റോക്ക് ലൈൻ. ഇതൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാവുന്നതാണ്. ഏറ്റവും ഇന്റൻസ് റിലേ ആണ്. പിന്നെ സ്റ്റോക്കിലും ആന്റി സ്റ്റോക്കിലും ഏതിനാണ് ഇന്റൻസിറ്റി കൂടുതൽ? അപ്പൊ നിങ്ങൾ നോക്കുക, സ്റ്റോക്ക് ഈ v equal to 0 സ്റ്റേറ്റിൽ നിന്നാണ് പോകുന്നത് അല്ലെ. ആന്റി സ്റ്റോക്ക് ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്, v1ലാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം എപ്പോഴും പോപ്പുലേഷൻ കൂടുതൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ സ്റ്റോക്ക് ലൈൻ ആയിരിക്കും മോർ ഇന്റൻസ് ദാൻ ആന്റി സ്റ്റോക്ക് ലൈൻ. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുമ്പ് നമ്മൾ സ്പെക്ട്രൽ ഇന്റൻസിറ്റി ലൈൻ വരച്ച സമയത്ത് റിലേ ലൈനിന് നല്ല ഷാർപ്നെസ്സും ഇവിടെ വന്നിരിക്കുന്ന ആന്റി സ്റ്റോക്ക് ലൈൻ കുറച്ച് ചെറുതാക്കി അത് കുറച്ചുകൂടെ ഉയർത്തിയായിരുന്നു നമ്മൾ സ്റ്റോക്ക് ലൈൻ വരച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇന്റൻസിറ്റി കൂടുതൽ ഏതിനാണ്? സ്റ്റോക്ക് ലൈനാണ് ആസ് കമ്പയർഡ് ടു ആന്റി സ്റ്റോക്ക് ലൈൻ. മൂന്നിലും വെച്ച് ഏറ്റവും കൂടുതൽ റിലേ ലൈൻസിനാണ്. ഓക്കെ. ഹെൻസ് സ്റ്റോക്ക് ലൈൻ വിൽ ബി മോർ ഇന്റൻസ് ദാൻ ആന്റി സ്റ്റോക്ക് ലൈൻ. അപ്പൊ മൊത്തം ഇന്റൻസിറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ്? അതിനുശേഷം സ്റ്റോക്ക്, അതിനുശേഷം ആന്റി സ്റ്റോക്ക്. ഓക്കെ. റിലേ ലൈൻസ് ആണ് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി, പിന്നെ സ്റ്റോക്ക്, പിന്നെ ആന്റി സ്റ്റോക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ രാമൻ സ്കാറ്ററിംഗ്, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് സ്കാറ്ററിംഗ് എന്നുള്ള കാര്യം ഒന്നൊരു ഐഡിയ നമ്മൾ ജസ്റ്റ് നോക്കി. പിന്നെ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് അല്ലെ. ഇപ്പൊ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിനകത്ത് രാമൻ ഇഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് രാമൻ ഇഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രാമൻ ഷിഫ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ 3 ലൈനുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് ലൈന്, ആന്റി സ്റ്റോക്ക് ലൈന് ആൻഡ് റിലേ ലൈന്. പിന്നെ അവരുടെ ഇന്റൻസിറ്റിയും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്റൻസിറ്റി. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടം തിയറിയുടെ ബേസിലാണ് കേട്ടോ, എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ.